സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. കേരളത്തിന്റെ അക്ഷരമുറ്റമായ കോട്ടയം പെരുന്തുരുത്ത് കല്ലറ ഗ്രാമത്തിൽ വിശ്വകർമ്മകുലത്തിന്റെ അധീനതയിൽ അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രത്തിന്റെ സമർപ്പണവും പ്രതിഷ്ഠാകർമ്മവും നടക്കുന്ന ഈ സുദിനത്തിൽ വിഗ്രഹഘോഷയാത്ര വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഗോപുരനടയിൽ നിന്ന് ഈ രാജവീഥികളെ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് ആർപ്പുകുരവ കൊട്ടുവാദ്യമേളങ്ങളോടും അമ്മേ ശരണമന്ത്രാഘോഷങ്ങളോടും ശ്രീ ലളിതാംബിയെ തേടിയണയുന്ന അങ്കനമാരെന്തും താലങ്ങളിൽ ആ ദിവ്യ തേജസ് ഒളിമിന്നുകയാണ്. കണ്ണിനും കരളിനും കൗതുകമേകുന്ന കമനീയ കാഴ്ചയാണിത്. ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി ഭക്തിയാദരപൂർവം ഇടമന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ. വിഗ്രഹഘോഷയാത്രയ്ക്ക് വിവിധ സംഘടനകളും പ്രസ്ഥാനങ്ങളും നാട്ടുകാരും വളരെ വിനയത്തോടെ ഭക്തിയാദരവ് നൽകി സ്വീകരിച്ച് പെരുന്തുരുത്ത് ഗ്രാമത്തിന്റെ വിരിമാറിലൂടെയുള്ള പ്രദക്ഷിണം. അക്ഷരാർത്ഥത്തിൽ ഭക്തിരസം നൽകി ജനങ്ങൾ, താലങ്ങൾ, വിഗ്രഹഘോഷയാത്ര ഏവരും ക്ഷേത്ര തിരുമുറ്റത്തെത്തിച്ചേരുന്ന പുണ്യനിമിഷം. ലക്ഷ്മി
അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾക്കുള്ള വിഗ്രഹങ്ങൾ ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങൾ ഭക്തി ആദരപൂർവം ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിക്കുന്ന വളരെ വിപുലമായ ചടങ്ങ്. അപ്പൂപ്പൻ കുറ്റി എന്നറിയപ്പെട്ടിരുന്ന ഈ ഇടമിപ്പോൾ അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രമായി മാറിയിരിക്കുന്നു. കുമാരനെല്ലൂരമ്മയുടെ മണ്ണായ ഈ ഭൂമി കല്ലറ ദേവിയുടെ സാന്നിധ്യത്താലും അപ്പൂപ്പൻ യോഗീശ്വര സാന്നിധ്യത്താലും നരപതി കുലപൂജ്യ എന്ന വിശേഷണത്തോടെ വിളങ്ങിയിടുന്ന പുണ്യസങ്കേതമായി മാറിയിരിക്കുന്നു അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രം. ക്ഷേത്ര തിരുനടയിലുള്ള കൽവിളക്കിൽ നറുനെയ്യൊഴിച്ച് വിളക്കുകൾ തെളിയിക്കുന്ന കുടുംബാംഗങ്ങൾ, അവരുടെ ജീവിത സാക്ഷാത്കാരത്തിന്റെ ഭക്തി നിമിഷങ്ങൾ, പുണ്യനിമിഷങ്ങൾ, അപൂർവ നിമിഷങ്ങൾ.
ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾക്കുള്ള വിഗ്രഹങ്ങൾ ജലാധിവാസത്തിനുശേഷം പുറത്തെടുത്ത് വിഗ്രഹാരാധന നടത്തി കലശത്തിനുവേണ്ടി പൂജാകർമ്മങ്ങൾ നടത്തുന്ന ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രതീഷ് തിരുമേനി മൂത്തേടത്ത്. ബ്രഹ്മശ്രീ രതീഷ് തിരുമേനി മൂത്തേടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ക്ഷേത്രാങ്കണത്തിലെ ആവാഹന ചടങ്ങിനെ ആശീർവദിക്കുന്ന ഗരുഡ ഭഗവാന്റെ സാമീപ്യത്താൽ ഭക്തർ ആനന്ദാശ്രു ബിന്ദുക്കളാൽ കൈകൂപ്പി നിന്നു. രണ്ടു ശ്രീകോവിലുകളുള്ള കോട്ടയത്തെ ആദ്യത്തെ ക്ഷേത്രമായി മാറുന്നു അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രം. അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രത്തിന്റെ അതിപ്രധാനമായ ചടങ്ങുകൾ. ദേവിയുടെയും അപ്പൂപ്പന്റെയും രണ്ട് ശ്രീകോവിലുകളിൽ പ്രതിഷ്ഠാകർമ്മങ്ങൾ. കലശക്കുടങ്ങളുമായി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വച്ച് പഞ്ചവാദ്യമേളങ്ങളോടുകൂടി തന്ത്രിമുഖ്യൻ നിർവഹിക്കുന്ന അതിഭക്തിരസം തുളുമ്പുന്ന കർമ്മങ്ങൾ.
അമ്പലത്തിന് വടക്കു പടിഞ്ഞാറേ മൂലയിൽ ചാത്തൻ സ്വാമിയും നീലകേശി യക്ഷിയമ്മയും, അമ്പലത്തിന് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നാഗരാജാവ്, നാഗയക്ഷി, അഖില സർപ്പങ്ങളും വിഗ്രഹപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം പ്രതിഷ്ഠകളുടെ അതിവിശേഷമായ ക്ഷേത്രത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന താഴികക്കുടം സമർപ്പണവും കഴിഞ്ഞ് തന്ത്രിമുഖ്യൻ ഭക്തർ ദേവിയുടെയും അപ്പൂപ്പന്റെയും തിരുനടയിൽ നിറപറവയ്ക്കൽ ചടങ്ങുകൾ നടത്തി സായുജ്യമണയുന്ന നിമിഷങ്ങൾ. അനുഗ്രഹ കലകളാൽ ആശീർവദിക്കുകയാണ്, കരുണ ചൊരിയുകയാണ്, സമ്പൽ സമൃദ്ധിയും നൽകി നാടിനും നാട്ടാർക്കും. ഈ പെരുന്തുരുത്ത് അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രം എന്ന പുണ്യസങ്കേതം ഭക്തജനങ്ങളുടെ അഭയകേന്ദ്രമായി നിറപറവയ്ക്കൽ ചടങ്ങുകൾ നടത്തി സായുജ്യമണയുന്നു. ഞാനിവിടെ അടുത്ത് കല്ലറക്കാവിൽ ദേശാധിപത്യമുള്ള കല്ലറക്കാവിൽ അമ്മയുടെ മേൽശാന്തിയാണ്. അപ്പോൾ ഞാനവിടെ ജ്യോതിഷമൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അപ്പൂപ്പൻകാവ് എന്ന് പറഞ്ഞ അപ്പൂപ്പൻകുറ്റി എന്നാണ് ഇതിന് അറിയപ്പെട്ടിരുന്നത്. ഇവിടുന്ന് ഒത്തിരി ആളുകൾ അവിടെ ഈ ജ്യോതിഷ സംബന്ധമായിട്ടും വലിയ പ്രശ്നങ്ങളായിട്ടും സ്ഥലപരമായ വിഷയങ്ങളുമായിട്ടൊക്കെ അവിടെ വരാറുണ്ട്. അവിടെ വരുമ്പോൾ നമുക്കെല്ലാം ഇവിടെ ഒരു ചൈതന്യം ഉള്ളതായിട്ട് ഞാനങ്ങനെ പറയാറുണ്ട്. യക്ഷിയമ്മയുടെ ചൈതന്യം, ഭഗവതിയുടെ ചൈതന്യം, യോഗീശ്വരൻ്റെ ചൈതന്യം, അങ്ങനെ ഞാൻ പറയാറുണ്ട്. അപ്പം ഇത് കാണാറുമുണ്ട്. അപ്പോൾ ഇവിടെ വിളക്കിടണം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ പക്ഷേ അതിനുള്ള സൗകര്യമില്ല. അവിടെ വിളക്ക് കത്തിക്കൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ കാവാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നീണ്ടു പോയാലാണ് പതിവ്. അപ്പോൾ ഒരിക്കൽ ഇവിടുന്ന് 2 സ്ത്രീകൾ അവിടെ എത്തിപ്പെട്ടു. ഇന്നത്തെ പ്രശ്നങ്ങൾ നോക്കാനായിട്ട് 2 സ്ത്രീകളെന്ന്. അപ്പോൾ 2 സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഭഗവതിയും യക്ഷിയമ്മയായിട്ടാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. കാരണം അവർക്കിവിടെ ഇരിക്കണം എന്നുള്ളതിൻ്റെ ഒരു കാരണമായിട്ടാണ് ഇവരവിടെ എത്തിയത്. അതിനോടനുബന്ധിച്ച് പിന്നെ ഇത് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ആകുകയായിരുന്നു. അപ്പൂപ്പൻകുറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം വീണ്ടും അത് കാവായി മാറുകയും വലിയ കാടായി മാറുകയും അപ്പൂപ്പൻകാവ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ അപ്പൂപ്പൻകാവിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ്റെ അധീനതയിലാണ് മറ്റുള്ളവരെല്ലാം. മറ്റുള്ള മൂർത്തികൾ ചാത്തനുണ്ട്, നീലകേശിയുണ്ട്, സർപ്പങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം അപ്പൂപ്പൻ്റെ അധീനതയിലാണ്. ഭഗവതി മാത്രമാണ് വിഭിന്നമായിട്ട് നിൽക്കുള്ളൂ. ഭഗവതി ഇവരെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി അപ്പൂപ്പൻ്റെ ഉപാസനാമൂർത്തിയായിട്ട് ഇവിടെ കുടികൊള്ളുകയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു പൂജ കഴിക്കണമെങ്കിൽ കല്ലറക്കാവിൽ ഒരു പൂജ കഴിച്ചിട്ടേ കഴിക്കാവുള്ളൂ എന്നാണ് ഇപ്പോൾ ഈ ആവാഹന സമയത്ത് കണ്ടത്. സമയത്ത് ഭഗവതിയെ നമുക്ക് ആവാഹിച്ച സമയത്ത് അങ്ങനെയൊരു ഇത് നേർന്നതുകൊണ്ടാണ് ഭഗവതി ഇവിടെ ഉപവിഷ്ടയായത്. അപ്പോൾ കല്ലറക്കാവുമായിട്ട് അഭേദ്യമായ ബന്ധം അപ്പൂപ്പനുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്, മനസ്സിലായി. അപ്പം അപ്പൂപ്പൻ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭഗവതിയാണ് കല്ലറക്കാവിലെ അമ്മ. വടക്കോട്ടിരിക്കുന്ന ഭഗവതിയാണ് കൊടുങ്ങല്ലൂരമ്മയാണ്. അപ്പം എന്തിനും ഏതിനും ഇപ്പം ചാത്തൻ്റെ വിശേഷാൽ നേദ്യമുണ്ട് ഇവിടെ. പിന്നെ അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ചാത്തൻ്റെ എന്ത് കാര്യവും സാധിക്കാൻ പറ്റും. ചാത്തനാൽ ഇപ്പോൾ ഈ കലികാലത്ത് ഏറ്റവും കൂടുതൽ പ്രസാദിക്കുന്ന ശാസ്താവാണ് ചാത്തൻ. അപ്പോൾ ചാത്തന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കലികാലത്ത് കൂടുതലുള്ള ശനി സംബന്ധമായ എല്ലാ ദോഷങ്ങളും അദ്ദേഹത്തെ കൊണ്ട് മാറ്റാൻ സാധിക്കും. ചാത്തന് നേദ്യം കഴിക്കുന്ന വിശേഷാൽ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നു. ഈ നാടിനും നാട്ടുകാർക്കും വിശേഷാൽ ഇവിടെ അടുത്തെങ്കിലും ചാത്തൻ ഇല്ലാത്തത് കൊണ്ടും തീർച്ചയായിട്ടും ഇത് വലിയൊരു ക്ഷേത്രമായിട്ട് മാറണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. അതുപോലെ ഭഗവതിയും അപ്പൂപ്പനും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഒരു ക്ഷേത്രം ഒരു ദേശത്ത് പ്രതിഷ്ഠിക്കപ്പെടുക എന്ന് പറയുന്നത് ആ ദേശത്തുള്ള സകലമാന ജനങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും സകല ചരാചരങ്ങൾക്കും അനുഗ്രഹദായകമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതും ഒരു ദേവീക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിവിശേഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 1000 വിഷ്ണു ക്ഷേത്രങ്ങൾക്ക് തുല്യമാണ് ഒരു ശിവക്ഷേത്രം എന്നും 1000 ശിവക്ഷേത്രങ്ങൾക്ക് തുല്യമാണ് ഒരു ദേവീക്ഷേത്രം എന്നാണ് പറയാറ്. ഉപാസകരായിട്ടുള്ള ഈ കുടുംബത്തിൽപ്പെട്ട എല്ലാവരുടെയും പരിശ്രമഫലമായിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ ഉയർന്നത്.
അത് കൂടാതെ തന്നെ വാർഷികമായി നടത്തേണ്ടതും മാസമായി നടത്തേണ്ടതുമായിട്ടുള്ള വിശേഷങ്ങൾ, ഇതിപ്പോൾ ചെറിയ ക്ഷേത്രമായതുകൊണ്ടാണ്, ദിവസേന നടത്തേണ്ട കാര്യങ്ങളുമുണ്ട്. ദിവസപൂജയുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ ദിവസേന നടത്തേണ്ട കാര്യങ്ങളും മാസത്തിലൊന്ന് നടത്തേണ്ടത്, വാർഷികമായി നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എഴുതി ക്ഷേത്രേശന്മാരെ ഏൽപ്പിക്കുന്ന പതിവാണ് പടിത്തരം എന്ന് പറയുന്നത്. അതിപ്പോൾ ഇവിടെ ഒരു കുറച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പടിത്തരം നിശ്ചയിക്കും. ആ പടിത്തര നിശ്ചയത്തോടു കൂടിയിട്ട് അതത് ചടങ്ങുകൾക്ക് മുടക്കം വരാതെ നടത്തേണ്ടത് ക്ഷേത്രേശന്മാരുടെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ഇവിടെ ആവട്ടെ എല്ലാ കുലങ്ങളുടെയും അധിപതി അല്ലെങ്കിൽ കുലങ്ങളുടെ എല്ലാ കുലങ്ങൾക്കും മാതാവായിട്ടുള്ള ഭഗവതിയാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ കുലാചാരവുമായി ബന്ധപ്പെട്ടതാണ്. ആ കുലത്തിൻ്റെ ആചാരപദ്ധതിയിൽ പെടുന്നതാണ് ഈ ക്ഷേത്രം. വൈകിട്ടത്തെ ഒരു സർപ്പബലിയോടുകൂടി സർപ്പത്തിൻ്റെ പ്രതിഷ്ഠയുടെ ചടങ്ങുകളും പൂർത്തിയാവും. ഇത് കഴിഞ്ഞാൽ 4-ാമത്തെ ദിവസം ഒരു നിവേദ്യമുണ്ട്, ഒരു പൂജയുണ്ട്. അതിന് 4-ാം കലശം എന്നാണ് പറയാറ്. കഴിഞ്ഞാൽ ഒരു മണ്ഡല കലശം, 41 കലശം എന്ന് പറഞ്ഞത് ദ്രവ്യമായി 25 കലശം എങ്കിലും കുറയാതെ ദ്രവ്യമായി നടത്തുന്നതോടുകൂടി ഈ ദേവതാ ചൈതന്യത്തിന് പൂർണ്ണമായിട്ടുള്ള ബലം വരികയാണ്. പിന്നെ വാർഷികം അവരുടെ വഴിപാടുകൾ, പുഷ്പാഞ്ജലികൾ, ചരട് ജപം മുതലായിട്ടുള്ള സകല വഴിപാടുകളും നടത്തിക്കൊടുക്കാൻ ശേഷിയുള്ള രീതിയിലേക്ക് ദേവത മാറും. അപ്പോൾ നിഗ്രഹാനുഗ്രഹ ശക്തികൾ ഓരോ നാളും കഴിയും തോറും വർദ്ധിച്ച് വരികയും ക്ഷേത്രേശന്മാർക്കും ദേശത്തിനും ഐശ്വര്യമായി ഭവിക്കുകയും ചെയ്യും. ഇതാണ് ഒരു ക്ഷേത്രത്തിൻ്റെ സങ്കല്പം. യോഗീശ്വരന്റെ ചൈതന്യമുണ്ട് അപ്പൂപ്പൻ കാവിലെ അമ്പലത്തിൽ. ഏതാണ്ട് 500 വർഷത്തിലേറെ പഴക്കമുള്ള ഞങ്ങളുടെ കുടുംബക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ കുടുംബക്കാവ്, 3 കുടുംബക്കാരൊന്നിച്ച് വരുന്ന ഒരു കുടുംബക്കാവിൻ്റെ ചരിത്രമാണ് ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്ന അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രം. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ ഞങ്ങൾ കേട്ടിട്ടുള്ളത് അപ്പൂപ്പൻ കുറ്റി എന്നാണ്. അപ്പൂപ്പൻ കുറ്റി എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും ഒരു അപ്പൂപ്പൻ്റെയും ഒരു യോഗീശ്വരനായ ഒരു അപ്പൂപ്പൻ്റെയും അതോടൊപ്പം യോഗീശ്വരനോടൊപ്പം നിൽക്കുന്ന ദേവിയുടെ സാന്നിധ്യവുമുള്ള ഒരു ക്ഷേത്രമാണ് ഈ അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രം. ഇന്നിവിടെ കുടികൊള്ളുന്നത് യോഗീശ്വരനായ അപ്പൂപ്പനും അതോടൊപ്പം അപ്പൂപ്പനോടൊപ്പം നിൽക്കുന്ന കല്ലറക്കാവ് ഭഗവതിയുടെ സാന്നിധ്യമുള്ള ഭഗവതിയുമാണ്. ആ ഭഗവതിയും അപ്പൂപ്പനും കൂടിയുള്ളിടത്ത് ഈ ക്ഷേത്രം ഞങ്ങൾ പണിതപ്പോൾ അതിൻ്റെ ഉപദേവതകളായും സർപ്പങ്ങളായും അഖില സർപ്പങ്ങളും അതുപോലെ തന്നെ ചാത്തനും അതുപോലെ തന്നെ നാഗയക്ഷിയും യക്ഷിയമ്മയും നാഗരാജാവും ഒക്കെ ഇവിടെ ഇന്ന് പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ മുഹൂർത്തത്തിൽ ഞങ്ങളുടെ നാടിൻ്റെ തന്നെ ഒരു ഉത്സവം ഛായ പകർത്തിക്കൊണ്ടാണ് ഇന്ന് ഈ ചടങ്ങുകൾ ഇവിടെ നടന്നത്. ഇന്ന് ഇതിൻ്റെ പ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. ക്ഷേത്ര സമർപ്പണവും അതോടൊപ്പം തന്നെ ഈ വിഗ്രഹ സമർപ്പണവും വളരെ പൗരാണികമായ രീതിയിൽ തന്നെ ഇവിടെ ഇന്ന് ആചരിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് സർപ്പബലിയാണ്. ഈ സർപ്പബലിയോടുകൂടി ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ഇന്ന് അവസാനിക്കുകയാണ്. ഇതിനുശേഷം 4-ാം പൊക്കം വീണ്ടും കലശത്തോടുകൂടി നടയടയ്ക്കുകയും വീണ്ടും 41 ദിവസം കഴിയുമ്പോൾ വീണ്ടും കലശം ഉണ്ടാവുകയും ആ കലശത്തോടുകൂടി ഇതിൻ്റെ ചടങ്ങുകൾ അവസാനിക്കുകയും പിന്നെ അടുത്ത ഓരോ മാസവും ഇവിടെ നട തുറന്ന് ഇതിൻ്റെ പൂജകളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ഒരവസ്ഥയാണ് ഈ അമ്പലത്തിനുള്ളത്. എന്തായാലും നമ്മുടെ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഈ പെരുന്തുരുത്ത് നിവാസികളുടെ ചിരകാല അഭിലാഷമായ ഈ അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രം എല്ലാവർക്കും ഒരു അതിശയമായി എത്രയോ പെട്ടെന്ന് ഏതാണ്ട് 6 മാസക്കാലം കൊണ്ട് ഞങ്ങൾക്ക് ഈ ക്ഷേത്രം നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊടും കാടായി കിടന്ന ഈ പ്രദേശത്തെ ഞങ്ങൾ ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള ക്ഷേത്രമായി മാറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. ഏകദേശം 500 വർഷം പഴക്കമുള്ള അപ്പൂപ്പൻകുറ്റി എന്ന ഒരു കുടുംബക്ഷേത്രമാണ് ഈ കാവ്. ഇപ്പോൾ അത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഒരു അമ്പലമായിട്ട് വരിക എന്നുള്ളത്. അങ്ങനെ കോട്ടയം ജില്ലയിലെ വളരെ അപൂർവമായ ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ അപ്പൂപ്പൻകാവ് ദേവി ക്ഷേത്രം. കാരണം 2 ശ്രീകോവിലുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. യോഗീശ്വരനായിരുന്നു ഞങ്ങളുടെ ഒരു അപ്പൂപ്പൻ. ആ അപ്പൂപ്പൻ ഉൾപ്പെടെ
ദേവിയും ഉൾപ്പെടെ 2 ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ഇങ്ങനെയൊരു അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രം ഉണ്ടാകുക എന്നുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ പ്രതിഷ്ഠ കൊണ്ടുവന്ന് തിരുമേനിമാർ വന്ന് പൂജകൾ നടത്തി 3-4 ദിവസത്തെ പൂജകൾക്ക് ശേഷം ഇന്ന് പ്രഭാതം മുതൽ വൈകുന്നേരം വരെ ഉള്ള സമയങ്ങളിലാണ് നമ്മുടെ പ്രതിഷ്ഠ നടത്തി വിളക്കുകൾ കത്തിച്ച് ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ പെരുന്തൽത്തിലുള്ള ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളുടെയും വളരെ ഒരു സന്തോഷവും കുളിർമയും ഒരാനന്ദവും തോന്നിക്കുന്ന ഒരു ക്ഷേത്രമായി ഞങ്ങളുടെ അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രം മാറി എന്നുള്ളതാണ് പരമസത്യം. അപ്പൂപ്പൻ എന്ന് പറയുന്ന ആൾ വളരെ ഒരു അറിവും ഈ മന്ത്രശക്തിയിൽ വളരെ നിപുണനായിരുന്നു. മന്ത്രവാദം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ഈ ഇടയ്ക്ക് എന്തോ സാധനം എടുക്കാൻ മറന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്താണ് വീണ്ടും ചെന്ന സമയത്ത് ഇങ്ങനെയൊരു യക്ഷികൾ എല്ലാം കൂടെ അവിടെ നിന്ന് ഈ ചോര നക്കി കുടിക്കുന്ന ആ സമയത്ത് ആ മന്ത്രവാദി അകത്തോട്ട് കയറി ചെന്നപ്പോൾ എല്ലാവരും ഓടിപ്പോയി, ഒരാൾ മാത്രം അവിടെ അവശേഷിച്ചു. മാന്ത്രികനായ അപ്പൂപ്പൻ പറഞ്ഞു, എന്നാൽ നീ നിനക്കെങ്ങും പോകാൻ സ്ഥലമില്ലെങ്കിൽ എൻ്റെ കൂടെ പോര് എന്നും പറഞ്ഞ് ഒരു ആണി എടുത്ത് തലയെ തറച്ച് കൂട്ടിക്കൊണ്ട് പോകുന്ന അപ്പൂപ്പൻ അമ്മൂമ്മയുടെ ഈ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിനക്കൊരു സഹായിയായിട്ട് ഇവള് ഉപകരിക്കും, അതുകൊണ്ട് നീ ഇവിടെ നിർത്തിക്കൂ എന്നും പറഞ്ഞാണ് അപ്പൂപ്പൻ അമ്മൂമ്മയെ അയപ്പിക്കുന്നത്. തലമുടിയെല്ലാം ആകപ്പാടെ ഇടപിടിച്ച രീതിയിൽ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് അല്പം എണ്ണ തേക്കാനായിട്ട് ഈ എണ്ണ എടുത്ത് തലയിലേക്ക് കമത്തി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തലമുടിക്കകത്തൊരു ആണി കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നി. അമ്മൂമ്മ ഉടനെ തിരിച്ച് ആ ആണി അങ്ങ് വലിച്ചു ഊരുമായിരുന്നു. ആ വലിച്ചൂരിയ സമയത്ത് അതിൻ്റെ ആ യക്ഷിയുടെ ആ സ്വന്തം രൂപം അങ്ങോട്ട് വെളിച്ചത്ത് വരികയും അമ്മ മേടിച്ചു ഓടി അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പ്ലാവിൻ്റെ കമ്പയിൽ തൂങ്ങി കിടന്ന് ആടിക്കഴിഞ്ഞപ്പോൾ അപ്പൂപ്പനെ വിവരം അറിയിച്ച് അപ്പൂപ്പൻ വന്ന് അങ്ങനെ അപ്പൂപ്പൻ അവരെ അവിടെ ആ ഒരു കാഞ്ഞിരമുണ്ടായിരുന്നു, ആ കാഞ്ഞിരത്തിന് ചുവട്ടിൽ ഇരുത്തുകയായിരുന്നു. അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ അതിനൊരു പേര് കിട്ടും, നീലകേശി. യക്ഷിയമ്മയുണ്ട് സന്താപമൊക്കെ അകറ്റുവാൻ
കൈകളോടെ ഭഗവാന്റെ നീലവർണ്ണ ശോഭയും ചേരോടു ദേവി തന്നെ മടിയത്ത് കാലുണ്ട് ശോഭയോടെ ഉൽപ്പന്നമോദമോട് വിരാളിയാരുത്തരെ അംഗീകരിച്ച്. നമസ്കാരം. അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. എൻ്റെ പേര് ശിവദാസൻ. ഞങ്ങൾ ഈ ക്ഷേത്രം പണിയാനുള്ള കാരണം, ഞങ്ങൾ പണ്ട് മുതലേ ഇവിടെ സർപ്പങ്ങളെയും ദേവിയെയും അപ്പൂപ്പന്മാരെയും ആരാധിച്ചിരുന്നതാണ്. അന്ന് ഭയങ്കര കാടായിരുന്നു, ഇവിടെ മൊത്തം കാടുമായിരുന്നു. ഇപ്പോൾ നമ്മൾ അന്ന് തൊട്ടേ ഇവിടെ അപ്പൂപ്പന്മാർക്ക് തിരിവെക്കുകയും ദേവിമാർക്ക് തിരിവെക്കുകയും സർപ്പത്തിന് തിരിവെച്ച് പോന്ന് ആരാധിച്ചുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഇത് പുനരുദ്ധാരണം വേണ്ടി വന്നു എന്ന് പ്രശ്നവിധിയിൽ തെളിഞ്ഞതനുസരിച്ച് നമ്മൾ ജ്യോത്സ്യനെ കാണുകയും പ്രശ്നവിധിയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അതനുസരിച്ച് ചെയ്യുകയും 25 കുടുംബങ്ങളാണ് ഈ ക്ഷേത്രത്തിന് നടത്തിപ്പിന് വേണ്ടി ഇതിൻ്റെ അവകാശികളായിട്ടുള്ളത്. തന്ത്രിമുഖ്യന്റെ നേതൃത്വത്തിൽ സർപ്പബലി ചടങ്ങുകൾ നടത്തി കരിമരുന്ന് പ്രയോഗത്തിലൂടെ ഉത്സവ ഛായ നൽകി അപ്പൂപ്പൻകാവ് ദേവീക്ഷേത്രം.